വയനാട്ടിൽ പ്രകൃതിക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി തൊടുപുഴയിലെ വ്യാപാരികൾ. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴ വ്യാപാര ഭവനിൽ കളക്ഷൻ പോയിന്റ് ആരംഭിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസ് കളരിക്കലിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് രാജു തരണയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംഹാര താണ്ഡവമാടിയതിനെ തുടർന്ന് പൂർണ്ണമായും ഇല്ലാതായ മുണ്ടക്കൈ മേഖലയിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായിട്ടാണ് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊടുപുഴ വ്യാപാര ഭവനിൽ ആരംഭിച്ച കളക്ഷൻ പോയിന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസ് കളരിക്കലിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിച്ചുകൊണ്ട് പ്രസിഡന്റ് രാജു തരണയിൽ ഉദ്ഘാടനം ചെയ്തു. ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ അവിടെ ഒലിച്ചു പോയിട്ടുണ്ട്. ധാരാളം ആളുകളെ കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 19ഓളം കുട്ടികൾ തന്നെ അവിടുന്ന് ഇല്ലാതായിട്ടുണ്ട്. ഇവരെല്ലാം മരിച്ചുപോയോ ആ ഒഴുക്കിൽപ്പെട്ടു പോയോ എന്ന് അറിയാനായിട്ട് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഈ ദുരന്ത ഭൂമിയിലേക്ക് നമ്മുടെ ഒരു കൈത്താങ്ങ് തൊടുപുഴയിലെ വ്യാപാരികൾ എല്ലാം ഒന്നടക്കം ഇതിന് പങ്കാളികളാവാണ്. അത് ഞങ്ങൾ രാവിലെ മുതൽ എല്ലാ കടകളിലും വന്ന് ഒരു സഹായം നിങ്ങൾക്ക് ചെയ്യാവുന്നതിന് മാക്സിമം സഹായം ചെയ്ത് സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സഹായങ്ങൾ സാമ്പത്തികമായിട്ട് തന്നാൽ മതി. കാരണം ഉൽപ്പന്നങ്ങൾ മറ്റ് വസ്തുക്കൾ അവിടെ അങ്ങോട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ജില്ലാ ഭരണകൂടവും മറ്റും നമ്മളോട് അങ്ങോട്ട് ആളുകൾ ചെല്ലണ്ട, എല്ലാ സഹായവും അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പത്തികമായി മാത്രം സഹായം ചെയ്താൽ മതി എന്നുള്ള അറിയിപ്പാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള സംഭാവനകളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ വ്യാപാരികളും, തൊടുപുഴയിലെ വ്യാപാരികളും പൊതുസമൂഹവും ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഈ അവസരത്തെ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം ഞാൻ നടത്തുന്നതായി പ്രഖ്യാപിക്കുന്നു. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി തൊടുപുഴ നഗരത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും അസോസിയേഷൻ നേതൃത്വത്തിൽ ഭാരവാഹികൾ പിരിവും നടത്തി. ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ TN പ്രസന്നകുമാർ, ഷെരീഫ് സ്വർഗം, CK നവാസ്, ഷിയാസ് MPs, അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al-Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Todupuzha.